ടാസ്ക് കഴിഞ്ഞതിനെ തുടർന്ന് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്ന അനുമോളെടുത്ത് ജിസേൽ വന്നിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ എന്തൊരുമാതിരി ഗെയിമാണ്, നീ നിൻ്റെ അടുത്ത് 4 പേര് വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ അപ്പോഴേ ഇൻഫ്ലുവൻസ് ആയിട്ട് അവരുടെ ഒപ്പം നിൽക്കും, ഇതാണോ ഗെയിം? നീ ഒരു ഇങ്ങനെയുള്ള ഓഫീസറെ ആണോ ചെക്കിങ്ങിന് ഇരുത്തേണ്ടുന്നത്? അനുമോൾ പറയുന്നുണ്ട് അങ്ങനൊന്നുമില്ല, എൻ്റെ അടുത്ത് എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ട്, ഞാൻ ഒരാളുടെ അടുത്ത് നല്ല എല്ലാവരോടും സംസാരിക്കും. ഇങ്ങനെ അങ്ങ് മനസ്സ് മാറുമോ? ഓഫീസറായവർ ഇത് വേണ്ടതെന്നൊക്കെ ജിസേൽ ചോദിക്കുന്നുണ്ട് അനുമോളോട്. അത് ഞാൻ കണ്ടു, രാത്രിയിൽ ഇരുന്നിട്ട് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ആദിലെ നൂറുകെട്ടിരുന്ന് അനുമോള് സംസാരിക്കുന്നത് ജിസേൽ കണ്ടായിരുന്നു, അതിനാണ് ജിസേൽ അങ്ങനെ പറയുന്നത്. അപ്പം ആദിലെ നൂറുടെ പേരെന്തിനാ എടുക്കുന്നതെന്ന് അനുമോള് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നൂറ് അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി, നീ അവിടെ ചപ്പാത്തി ഉണ്ടാക്കി പരത്തി എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അത്രയും അനുമോൾ എടുക്കുന്നില്ല, അവളുടെ സ്വന്തം ഗെയിമാണ് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ആക്രോശിച്ചുകൊണ്ട് കിച്ചണിലോട്ട് പോവുകയാണ് ആദിലെ നൂറയും കൂടെ. ഞാൻ കണ്ടു, ഇന്നലെ തൊട്ട് ഞാൻ കാണുവാണ്, അവരാണ് ഹെഡ്. എന്നിട്ട് പറയാണ് ഇൻഡിവിജ്വൽ ഗെയിമറാണെന്നൊക്കെ നീ അങ്ങ് പറയുകയാണ്. അവരുടെ വാക്ക് കേട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ജിസേൽ വീണ്ടും പറയുകയാണ്. നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് മറ്റുള്ളവരും കൂടെ ഇങ്ങനെ തലയിൽ കയറുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് നൂറ വീണ്ടും പറയുന്നുണ്ട്. അനുമോൾക്ക് അനുമോളുടേതായ സ്റ്റാൻഡുണ്ട് ജിസേലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ കിച്ചണിലോട്ട് അങ്ങ് ചെല്ലുവാണ്. അതിൽ പറയുന്നുണ്ട് അവളുടെ ഗെയിമാണ് കളിക്കുന്നത്, അല്ലാതെ മറ്റൊരാൾ ചെവിയിൽ ഓതി കൊടുക്കേണ്ടെന്ന കാര്യമൊന്നും അവൾക്കില്ല. അതിൽ എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം ജിസേൽ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ മാനിപ്പുലേറ്റ് ചെയ്തത്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല, ഇവള് നിങ്ങളുടെ വാക്ക് കേട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഞാൻ എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും, ഞാനല്ലാതെ വല്ലവരുടെയും ഗെയിമുകൾ നശിപ്പിക്കാറില്ലെന്ന് ജിസേൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ ബോട്ടിൽ ഇവളെ അപ്രൂവ് പോലും ചെയ്തിട്ടില്ല, അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നെങ്കിൽ അവളെ ഞങ്ങളുടെ ബോട്ടിൽ അങ്ങ് അപ്രൂവ് ചെയ്യണ്ടായോ? ഞങ്ങളുടെ ബോട്ടിൽ അവൾ അപ്രൂവ് ചെയ്തിട്ടില്ല. അനുമോള് പറയുന്നുണ്ട്, ഇവൾ എന്തൊക്കെയോ മനസ്സിലിങ്ങനെ കരുതി വിചാരിച്ചു വെച്ചിട്ടുണ്ട്, നമുക്കത് മനസ്സിലാവുന്നില്ല. ജിസേൽ പറയുന്നുണ്ട്, എന്തൊരു ഗെയിമാണ്, എപ്പോൾ നോക്കിയാലും ക്യാൻസൽ ഗെയിം, അത് ഈ ഗെയിമാണ് മനസ്സിലാവാത്തത്, ഈ ഗെയിം എന്തോ ഇങ്ങനെ? ഇവിടെ ആദ്യം മുതലേ ഗ്രൂപ്പ് കളിക്കുന്നത് ഇവളും ആര്യനും അല്ലേ, ഇവളും ആര്യനുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നൂറ പറയുകയാണ്, ബിഗ് ബോസ് 3-4 ടൈം പറഞ്ഞ് ക്യാൻസൽ അല്ലല്ലോ ഗെയിം, ഇതെന്തോ ഗെയിം, എപ്പം നോക്കിയാലും ക്യാൻസൽ ആവുന്ന ഗെയിം എന്തോ ഇങ്ങനെ? ജിസേൽ ചോദിക്കുക. ഇത്രയും നാളും ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ക്യാൻസൽ ഗെയിം, അങ്ങ് പിന്നെ എന്തിനാണ് ഈ ഗെയിം കളിക്കുന്നത്? ക്യാൻസൽ ചെയ്യാനാണെങ്കിൽ പിന്നെ ഗെയിം കളിക്കുന്നത് എന്തിനാണ്? അഭിലാഷ് അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, നിന്റെ കഴിവ് ഞങ്ങൾ കാണുന്നുണ്ട്, നീ ആലു പൊറോട്ട ഉണ്ടാക്കി അവൻ്റെ വായിലിട്ട് കൊടുക്കുമല്ലയോ, ആ കഴിവ് ഞങ്ങൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ, നിനക്ക് ഭയങ്കര കഴിവാണ്. ജിസേലിനോട് അഭിലാഷ് പറയുക. എല്ലാവരുടെയും വായിൽ ഓരോ പീസ് ചപ്പാത്തി കൊണ്ട് വെക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അഭിലാഷ് പറഞ്ഞപ്പം ജിസേൽ പറയാണ്, നിന്റെ വായിൽ ഞാൻ ആ പീസ് കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് ചപ്പാത്തി കേട്ടോ. ഇത്രയും ദിവസം കണ്ട ജിസേലല്ല, നിന്റെ ഹ്യൂമാനിറ്റി എല്ലാം പുറത്തു വരുന്നുണ്ട്, നീ ഇതുവരെ കണ്ട ജിസേലെന്നല്ലേ പുതിയ ജിസേൽ എന്ന് അഭിലാഷ് പറയുന്നുണ്ട്. നിന്റെ ഹ്യൂമാനിറ്റി ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്, നിന്റെ ഹ്യൂമാനിറ്റി അല്ല, നിന്റെ ഫേക്ക് ഹ്യൂമാനിറ്റി എന്ന് അഭിലാഷ് പറയുന്നുണ്ട്. ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദിലെ നൂറെ അഭിലാഷും കൂടെ ഇപ്പം ജിസേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജിസേലിനോട് ഹിന്ദി സംസാരിക്കാൻ പറയുന്നുണ്ട്. അഭിലാഷ് പറയാം, നേരെ ചൊവ്വേ മലയാളം പോലും സംസാരിക്കാനോടാ പിന്നല്ലേ ഹിന്ദി പറയുന്നത്. അപ്പോൾ ഉടനെ ജിസേൽ താങ്ക് യു എന്ന് പറഞ്ഞ്, അന്നേരം അഭിലാഷ് പറയാം, നിൻ്റെ താങ്ക് യു ഒന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംസാരം നടക്കുകയാണ്. ഇവർ നിർത്തുന്നേയില്ല. ആദിലയും നൂറയും കൂടെ തുടങ്ങിയ വഴക്കാണ്.